ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോ ഇന്നലെ നമ്മുടെ ഇന്ന് ഓഗസ്റ്റ് 16 നമ്മുടെ അഗ്നി പരീക്ഷയുടെ തമിഴ് തെലുങ്ക് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. തമിഴ് ദ കോമൺ മാൻ എന്ന പേരിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. തെലുങ്ക് അല്ല, കന്നഡ വന്നിരിക്കുന്നത് അഗ്നി പരീക്ഷ എന്ന പേരിലാണ്. എല്ലാം സീസൺ 1 ആണ്. അപ്പൊ സീസൺ 2 ഉണ്ട്, ഓർക്കണം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പുതുതായിട്ട് ലോഞ്ച് ചെയ്തതിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ആദ്യം നമുക്ക് കന്നഡ പറയാമേ. കന്നഡയുടെ സ്റ്റേജും ഒക്കെ നല്ല സൂപ്പർ സ്റ്റേജ് ആണ്. ഇത് ഓഡീഷന് വേണ്ടി വെച്ചിരിക്കുന്ന സ്റ്റേജ് ഉണ്ടല്ലോ, നല്ല അഗ്നി പരീക്ഷയുടെ സ്റ്റേജ് സൂപ്പർബാണ്. അതില് കന്നഡയിൽ വന്നിരിക്കുന്ന ആങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിരഞ്ജൻ ദേശ്പാണ്ഡെയാണ് ആങ്കർ. നല്ല ആങ്കറാണ്, കുഴപ്പമില്ല. എനിക്ക് പുള്ളിയുടെ ആങ്കറിങ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചില ഷോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നല്ല ആങ്കറിങ് ആണ്, തെറ്റില്ല. കന്നഡയിലെ ആങ്കേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വലിയ തെറ്റില്ലാത്തൊരു ആങ്കറാണ്. നമുക്കിവിടെ 40 പേരാണ് മലയാളം അഗ്നി പരീക്ഷയിലെങ്കിൽ തെലുങ്കിൽ അത് 50 പേരായിരുന്നു. കന്നഡയിൽ വന്നിട്ട് 60 പേരുണ്ട് അഗ്നി പരീക്ഷയിൽ പങ്കെടുക്കാനായിട്ട്. ഈ 60 പേരില് വേറൊരു ഇത് കൂടെ ഉണ്ട്, 4 ജഡ്ജസ് ഉണ്ട് അവിടെ. അപ്പൊ 4 ജഡ്ജസ്. ആദ്യത്തെ ജഡ്ജ് വന്നിട്ട് ഫിഫ്ത്ത് സീസണിലെ ചന്ദൻ ഷെട്ടി. നല്ല ആങ്കറാണ്, നല്ല ജഡ്ജാണ്. പുള്ളിയുടെ ആ കപ്പാസിറ്റി ഒക്കെ നല്ല ഒരു ഇതുള്ളതാണ്. അതേപോലെ രണ്ടാമത് വന്നിട്ട് 10th സീസണിലെ വിനയ് ഗൗഡ. പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസ് കണ്ടാൽ തന്നെ നമുക്ക് അവിടെ രണ്ടുപേരെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. 2 കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്നു, ഗെയിം ചേഞ്ചർ ആയിരുന്നു വിനയ് ഗൗഡ, ഓർക്കണം. വെട്ടി തുറന്ന അഭിപ്രായങ്ങൾ പറയണ, ആരെന്ത് പറഞ്ഞാലും വെട്ടി തുറന്ന അഭിപ്രായങ്ങൾ പറയണ ഒരു ജഡ്ജ് കൂടിയാണ് വിനയ് ഗൗഡ. അടുത്ത ജഡ്ജ് വന്നിട്ട് സംഗീത ശൃംഗേരിയും 10th സീസണിലെ കണ്ടസ്റ്റന്റ് തന്നെയായിരുന്നു. ഇവര് ഫൈനലിസ്റ്റുകളാണ്. നാലാമത് ബിഗ് ബോസ് കന്നഡയ സീസണിലെ ഏക ലേഡി വിന്നർ ആയിട്ടുള്ള ശ്രുതി, 3rd സീസണിലെ ശ്രുതി. അവര് നമ്മുടെ മലയാളത്തിലും ഒക്കെ ആക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയും പേരാണ് ജഡ്ജസ്. ഇനി വന്നിട്ട് നമ്മൾ ഷോയെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഗ്നിപരീക്ഷ ലോഞ്ചിങ് തന്നെ അവിടെ സംഭവം സൂപ്പറായിട്ട് തെലുങ്ക് പോലെ തന്നെ മൈൻഡ് ഗെയിം ആണ്, മെന്റൽ എബിലിറ്റി ആണ് ടെസ്റ്റ് ചെയ്യണത്. അവിടെ ഈ പറഞ്ഞ പോലെ ജഡ്ജസിനെ ആങ്കറിനെയും കൂടെ വെച്ചിട്ട് എലിമിനേഷൻ നടത്താനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതില് അവരുടെ ഒരു പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരിൽ 3 പേര് ഗ്രീൻ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് അഗ്നി പരീക്ഷയിൽ കയറി. പക്ഷെ ഒരു നമ്മൾ മലയാളത്തിൽ ഒരു പെൻഡന്റ് കൊടുക്കുന്നുണ്ടല്ലോ, ആ പെൻഡന്റ് കൊടുക്കുന്നത് പോലെ ഒരു സ്റ്റാർ ഉണ്ട്. ഈ സ്റ്റാർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പേരും ഒരേപോലെ ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്ന ആൾക്കാണ് ഇത് സ്റ്റാർ കൊടുക്കുന്നത്. അപ്പൊ ഈ സ്റ്റാർ കിട്ടിയിരിക്കുന്നത് ഒരേ ഒരാൾക്കാണ്. ഈ ലോഞ്ചിങ്ങില് എപ്പിസോഡിൽ ഒരേ ഒരാൾക്കാണ് സ്റ്റാർ കിട്ടിയിരിക്കുന്നത്. അവർ ഒരു KSRTC മെക്കാനിക് ആണ്, ഒരു ലേഡിയാണ്. സത്യം പറഞ്ഞ പേര് എന്നോട് മറന്നുപോയി കേട്ടോ. 12 മണി തൊട്ട് 4:30 വരെ ഷോ 4 കണ്ട് ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് അത്തച്ചമയം, ഇന്ന് അത്തമാണ്, എല്ലാവർക്കും ഹാപ്പി അത്തം കേട്ടോ. അത്തം ചമയത്തിനൊക്കെ പോയി വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ സത്യം പറഞ്ഞ പേരൊക്കെ മറന്നുപോയി. ഓക്കെ, അപ്പോൾ അടിപൊളി. തെലുങ്കിന്റെ അതേപോലെ തന്നെ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു ലോഞ്ചിങ്ങും കാര്യങ്ങളും ഒക്കെ. പോകെ എങ്ങനെയാണ് ടാസ്ക് കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല. എന്തായാലും സെലക്ഷൻ പ്രോസസ്സിന്റെ ആദ്യത്തെ ആ ഒരു ഇത് സൂപ്പറാണ്. മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്, വെറുതെ ചുമ്മാ ഒരു ടാസ്ക് കൊടുക്കാതെ, അത് നന്നായിരുന്നു. ഇനി നമുക്ക് തമിഴിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ തമിഴ് ആങ്കർ വന്നിട്ട് മായയാണ്. മായയെ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. തമിഴിൽ 50 പേരാണുള്ളത്. മായയാണ് ആങ്കർ. ഇത് അഗ്നിപരീക്ഷയുടെ സ്റ്റേജിലേക്ക് ഇവരെ കൊണ്ടുവരുന്നതിന് നമ്മുടെ ബിഗ് ബോസ് നടക്കുന്ന അതേ സ്റ്റുഡിയോക്കുള്ളിലാണ് അവരുടെ സെറ്റ് ഇരിക്കുന്നത്. വിജയ് ടിവിയുടെ സെറ്റൊക്കെ അതിനുള്ളിലാണ്. എന്താ പറയാ, ആ ഒരു ഫിലിം സിറ്റിക്കകത്താണ് വിജയ് ടിവിയുടെ എല്ലാ പരിപാടികളുടെയും സെറ്റുകളുള്ളത്. അപ്പോൾ അവിടെ തന്നെയാണ് ബിഗ് ബോസിന്റെ സെറ്റും, മലയാളം ബിഗ് ബോസിന്റെയും തമിഴ് ബിഗ് ബോസിന്റെയും സെറ്റും സ്റ്റേജും ഒക്കെ. എനിക്ക് കോമൺ സ്റ്റേജ് ആണ് തമിഴ് ബിഗ് ബോസിനും മലയാളം ബിഗ് ബോസിനും. ഐ തിങ്ക് അതുകൊണ്ടായിരിക്കാം മലയാളം ബിഗ് ബോസ് ഇവിടെ കൊച്ചിയിൽ വെച്ച് നടത്തുന്നത്.
ഓക്കെ, അപ്പൊ മായയാണ്. മായ എന്താ ഈ 4 ആങ്കേഴ്സ് ഉണ്ടല്ലോ, 4 ലാംഗ്വേജിലെ 4 ആങ്കേഴ്സിലും ശ്രീമുഖി, മായ ഇവരാണ് സൂപ്പർ ആങ്കേഴ്സ്. അതായത് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിൽ പറ്റിയ ആങ്കേഴ്സ് ഇവർ രണ്ടുപേരുമാണ്. മലയാളത്തിലേക്ക് ഞാൻ വരാം, അത് പറയാം. ഇനി നമുക്ക് ഇതിൽ ജഡ്ജസിനെ നോക്കാം. ജഡ്ജസിൽ 5th സീസണിന്റെ വിന്നർ രാജു, തമിഴ് ബിഗ് ബോസ് 5th സീസണിന്റെ വിന്നർ രാജു ആണ് ഒരു ആങ്കർ. രണ്ടാമത്തത് 4th സീസണിന്റെ വിന്നർ ആര്യ അർജുൻ. സീസൺ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാവും 4th സീസണിന്റെ ആര്യ അർജുനെ. നല്ലൊരു ഇത്. എനിക്ക് മൂന്നാമത്തെ ജഡ്ജ് വന്നിട്ട് ഓവിയ ഹെലൻ. ഓവിയ ഹെലൻ അറിയാം, മലയാളത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. മലയാളിയാണ് ഓവിയ, പക്ഷെ തമിഴ് സിനിമയിലാണ് കൂടുതലും ഉള്ളത്. തമിഴ് ബിഗ് ബോസിലാണ് അവര് പങ്കെടുത്തിട്ടുള്ളത്. പക്ഷെ എനിക്ക് ഈ ജഡ്ജിങ് പാനലിൽ ഓവിയെ കൊണ്ടുവന്നതിന്റെ കാര്യം എനിക്ക് പിടികിട്ടിയിട്ടില്ല കേട്ടോ. സത്യം പേഴ്സണലി അറിയില്ല എന്താണെന്ന്. ഓവിയക്ക് ജഡ്ജിങ് കപ്പാസിറ്റി ഉണ്ടോ എനിക്ക് അറിയില്ല. ഓക്കെ, എന്തായാലും എനിവേസ് അവര് 3 പേരുമാണ് അതിലെ ജഡ്ജസ്. എന്തായാലും രാജുവും ആര്യ അർജുനും സൂപ്പർബാണല്ലോ, പിന്നെ മായ ഉണ്ടല്ലോ. ഓക്കെ, ഇനി ടാസ്ക് സെലക്ഷൻ പ്രോസസ്സിന്റെ കാര്യമാണ് മക്കളെ. പൊളി എന്ന് പറഞ്ഞ പൊളി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്കിലും കന്നഡയിലും മെന്റൽ എബിലിറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഫസ്റ്റ് തന്നെ ഈ 50 പേർക്കും ഒരു എൻഡുറൻസ് ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ബസ് ഉണ്ട്. 2 ബസ് കൊണ്ടുവന്നിട്ട് ഈ 2 ബസ്സിനകത്തും 36 സീറ്റുകൾ വീതമാണുള്ളത്. ബസർ അടിക്കും. ഈ 2 ബസ്സിൽ ഇഷ്ടമുള്ള ബസ്സിലേക്ക് ഓടിക്കയറണം. കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് ഇരിക്കണം. ഈ ബസ് കൊണ്ടുവന്നിട്ട് സ്റ്റുഡിയോക്കുള്ളിൽ ഒരു ഗ്യാരേജിനകത്ത് കൊണ്ടുവന്ന് ക്ലോസ് ചെയ്യാണ്. AC ഇല്ല, കാറ്റില്ല, ഒന്നുമില്ല. 3 മണിക്കൂറാണ് അതിനകത്ത് ഇരുന്നത്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അഗ്നിപരീക്ഷയിൽ പങ്കെടുത്ത 50 പേരെയും, പങ്കെടുക്കാൻ വന്ന 50 പേരെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാര്യം എന്താന്ന് വെച്ചാൽ ഈ 3 മണിക്കൂർ അവര് ഒരാള് പോലും ബസ്സിനകത്ത് നിന്ന് ഇറങ്ങിയില്ല. ബസ്സിനകത്ത് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവര് സ്പോട്ടിൽ ഔട്ടാണ്. ഒരാള് പോലും ബസ്സിനകത്ത് നിന്ന് ഇറങ്ങിയില്ല എന്നുള്ളതാണ്. രണ്ടാമത് അവർക്ക് ഈ സ്റ്റേജ് എൻട്രി കൊടുക്കുന്നതിന് മുമ്പ് ഒരു ടാസ്ക് കൂടി ഉണ്ടായിരുന്നു. അതായത് ഒരു 50 പേരിൽ ഒരു 45 കസേര ടോക്കൺ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ബ്ലൈൻഡ് ഫോൾസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തുനിന്ന് ചെയർ എടുക്കുക, അതിലിരിക്കുക. അതിൽ 5 പേര് ഔട്ടായി. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനൊക്കെ ആയി അവിടുന്ന്. ആ 5 പേര് ഔട്ടായി. പക്ഷെ ഔട്ടായി അവരെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയില്ല. എന്തായാലും എൻഡുറൻസ് ടാസ്കിലൊക്കെ ജയിച്ചു വന്നവരല്ലേ, അവര് അങ്ങനെ പുറത്താക്കുമെന്ന് തോന്നിയില്ല. അപ്പോഴേ തോന്നിയായിരുന്നു. അവർക്കും ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മള് ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോ, ജഡ്ജസിന്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞപ്പം സീരിയസ്ലി എന്തായാലും വെറുതെ ഒരു ടാസ്ക് കൊടുക്കല്ല, അവർക്കൊരു ടാലന്റ് എന്താണെന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ മെന്റൽ എബിലിറ്റി തന്നെയാണ് അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതും കൊള്ളാമായിരുന്നു കേട്ടോ, നന്നായിരുന്നു. പക്ഷെ തെലുങ്കിന്റെ അടുത്തെത്തിയില്ല. എന്തോ തെലുങ്ക് അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് തെലുങ്ക് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മലയാളത്തിലേക്ക് വരാം. മലയാളത്തിലേക്ക് വരുമ്പോൾ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ബിഗ് ബോസ് ടീമിനോടും അഗ്നിപരീക്ഷ ക്രൂവിനോടും ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ആക്ച്വലി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനിക്കറിയില്ല. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസിലേക്ക് ഒരു ക്രൈറ്റീരിയ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ക്രൈറ്റീരിയ ഉണ്ട് ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യാൻ. നിങ്ങൾ കോമൺ മാൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കണ്ടതിൽ മറ്റു 3 ഭാഷകളിലും പക്കാ കോമണേഴ്സ് ആണ്. പക്ഷെ മലയാളത്തിൽ വന്നു കഴിഞ്ഞപ്പം, ഇന്നലത്തെ എപ്പിസോഡ് കൂടി കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കൺഫ്യൂഷൻ ഉണ്ട്. അതിനകത്ത് RJs ഉണ്ട്, മോഡൽസ് ഉണ്ട്, ഡാൻസേഴ്സ് ഉണ്ട്, സ്പോർട്സ് പേഴ്സൺസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശരിക്കും എന്താണ് ക്രൂ മെമ്പേഴ്സ് നിങ്ങൾ അർത്ഥമാക്കിയിരിക്കുന്നത് എനിക്ക് അറിയില്ല. കോമൺ മാൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു തീരെ ഫേസ് വാല്യൂ ഇല്ലാത്ത ആൾക്കാർ. അതിനകത്ത് എന്താ പേജന്റ് ഷോയിൽ പങ്കെടുത്ത ആൾക്കാർ വരെ ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആൾക്കാരും ഉണ്ട്. അവരൊക്കെ ഇച്ചിരി നല്ല സെലിബ്രിറ്റീസ് തന്നെയാണോ, ഫേസ് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയുന്ന ആൾക്കാരാണ് അവര്. അവരൊക്കെ കോമണേഴ്സിന്റെ കൂടെ നിങ്ങൾ കോമ്പറ്റീറ്റ് ചെയ്യുന്നതിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി സിനിമ സീരിയൽ താരങ്ങൾ അതുപോലെ സിംഗേഴ്സ് ഈ കാറ്റഗറിയിൽ അല്ലാതെ ബാക്കി എല്ലാവരെയും നിങ്ങൾ കോമണേഴ്സ് ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ഓക്കെ, ദാറ്റ്സ് ഓക്കെ. പക്ഷെ അപ്പോഴും കോമണേഴ്സ് എന്നൊരു
ഇത് ടൈറ്റിൽ അവർക്ക് കൊടുക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്റെ ഒരു സംശയമാണ്. ബിഗ് ബോസ് ടീമിനോടും അഗ്നിപരീക്ഷ ക്രൂവിനോടുമുള്ള ഒരു സംശയമാണ്. അതേപോലെ ടാസ്ക്, ശരിക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ ടാസ്ക് കൊടുക്കുന്നതുകൊണ്ട്? നിങ്ങൾ മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നില്ലേ? ഈ മെന്റൽ എബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ ടാസ്കിൽ ഔട്ടായി നിങ്ങൾ ഡേഞ്ചർ സോണിൽ വെക്കുന്നു. അവര് അടുത്ത ടാസ്കിലും ഇതായി അവരങ്ങ് ഔട്ടായി പോയി കഴിഞ്ഞാൽ ഈ കോമണേഴ്സ് വന്നിട്ട് എങ്ങനെ ബിഗ് ബോസിനകത്ത് കയറിയിട്ട് എങ്ങനെ അവര് പിടിച്ചു നിൽക്കും? ഏറ്റവും വേണ്ടത് മെന്റൽ എബിലിറ്റി. നിങ്ങൾ ഇപ്പൊ പറയും നമ്മള് ഒരു 3-4 ഇത് ഇന്റർവ്യൂസ് കഴിഞ്ഞിട്ടാണ് അവരെ ഇവിടേക്ക് കയറ്റി വിടുന്നത്, അവരുടെ മെന്റൽ എബിലിറ്റി ഒക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഓക്കെ, പക്ഷെ മറ്റു 3 ഭാഷകളിലും അങ്ങനെയാണല്ലോ. എത്രയോ ആയിരക്കണക്കിന് 10,000-കണക്കിന് അപേക്ഷകൾ വന്നതിൽ അതിൽ നിന്നും സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷന് വെച്ചു, അങ്ങനെ വന്നവര് തന്നെയാണ് എല്ലാത്തിലും ഉള്ളത്. പക്ഷെ അവിടെ വന്നിട്ട് അവര് ബിഗ് ബോസിനകത്ത് പങ്കെടുത്ത് ഒരു ഫൈനലിസ്റ്റ് എങ്കിലും ആയിട്ടുള്ള ആൾക്കാരോട് അവര് മുട്ടി നിന്ന് അവരുടെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഗെയിം കളിച്ച് അവരോട് മൈൻഡ് ഗെയിം കളിച്ച് ജയിച്ചിട്ടാണ് പിന്നീട് ടാസ്ക് കൊടുക്കുന്നത്. അതല്ലേ ക്രൂ മെമ്പേഴ്സ് വേണ്ടത്? ഷോ ഡയറക്ടർ, നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയല്ലേ ശരിക്കും വേണ്ടത്? മെന്റൽ എബിലിറ്റി അല്ലേ ആദ്യം നോക്കണ്ടേ? ബിഗ് ബോസ് ഷോയിലേക്ക് ആളെ എടുക്കുന്ന ഒരു പരിപാടിയല്ലേ, അല്ലാതെ നമ്മൾ വേറൊരു ഷോയിലേക്ക് എടുക്കുന്ന അല്ലല്ലോ. നിങ്ങൾ ടാസ്കിൽ ജയിച്ചിട്ട് അവരെ പിന്നീട് മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോ അതിന്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഒരു ഡൗട്ടാണ്. കാരണം ഞാനൊരു ബിഗ് ബ്രദർ ഫാൻ ആണ്. അപ്പൊ ബിഗ് ബ്രദർ കണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബിഗ് ബ്രദർ പെയ്ഡ് ചാനൽ ആയിരുന്ന സമയത്ത് പെയ്ഡ് ചാനൽ എടുത്ത് കണ്ട ആളാണ്. അപ്പൊ അതിന്റെ ഒരു ഹാങ് ഓവർ കിടക്കുന്നോണ്ടായിരിക്കാം ചിലപ്പോ എനിക്ക് അങ്ങനെ. എന്നാലും അത് മാത്രമല്ല, മറ്റു 3 ഭാഷകളിലും നിങ്ങൾ ആ 3 ഭാഷകളിലും നമ്മൾ അങ്ങനെയാണ് കാണുന്നത്, മെന്റൽ എബിലിറ്റി തന്നെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്തോ ഒരു ഐസ് ബ്രേക്കിംഗ് ഒക്കെ പോലെ നിങ്ങൾ ടാസ്ക് ഒക്കെ കൊടുക്കുന്നു, എന്നിട്ട് അതിൽ വിൻ ചെയ്യണവർക്ക് പെൻഡന്റ് കൊടുക്കുന്നു. എനിക്ക് എന്തോ ഡൈജസ്റ്റ് ആവുന്നില്ല. അറിയില്ല നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഇത്ര വലിയ ഷോ കണ്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ പറയുവാണ്, മെന്റൽ എബിലിറ്റി ആയിരുന്നു ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഷോയിലേക്കുള്ള എല്ലാ സെലക്ഷൻ പ്രോസസ്സും കഴിഞ്ഞു. ഇനി ഫൈനൽ ബിഗ് ബോസിലേക്ക് ആര് കയറും എന്നുള്ളത് മാത്രമേ അറിയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എനിവേസ് കൊടുത്ത ടാസ്കുകളും ഭയങ്കര ലോ ലെവൽ ടാസ്ക് ആയിപ്പോയി കേട്ടോ. ബിഗ് ബോസിലേക്കാണ് പോകുന്നത്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ടാസ്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൽ പോലും തങ്ങി നിൽക്കുന്നില്ല. കാരണം പിരമിഡ് ഒരു കുറെ ജോമെട്രിക്കൽ സംഭവങ്ങൾ കൊടുത്തിട്ട് ഒരു പിരമിഡ് ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം. അത് കുറച്ചൊരു റിസ്ക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലും പസിൽസും ബ്ലോക്ക് വെച്ച് ഹോബി ചെയ്യുന്നവർക്കും ഒക്കെ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എന്നാലും ചെറിയ ഒരു കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഇന്നലത്തെ പിരമിഡിനേക്കാളും എന്തായാലും നല്ലതായിരുന്നു. പിന്നെ സ്ട്രോ വെച്ച് നമ്മളൊക്കെ ഇത് 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഫൺ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് അത്ര വർഷം മുമ്പുള്ള ഒരു സാധനമാണിത്. സ്ട്രോ വെച്ചിട്ട് കളർ പേപ്പർ എടുത്തിട്ട് ബോളിൽ കൊണ്ടിടുക, ബോളിനകത്ത് കൊണ്ടിടുക, എന്നിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് അവരെ ജയിപ്പിക്കുക. വളരെ ലോ ലെവൽ ടാസ്ക് ആയി പോയി കേട്ടോ, സത്യമായിട്ടും. എനിക്ക് എന്തോ പിന്നെ അതേപോലെ തന്നെ സ്റ്റിക്ക്, സത്യമായിട്ടും UP ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ള ഗെയിമാണത്. അത്ര വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റിക്ക് ഇട്ട് ചാടുമ്പോ നമ്മള് മ്യൂസിക് ഇവിടെ ചണ്ടയായിരുന്നു, മ്യൂസിക് സ്റ്റോപ്പ് ആവുമ്പോൾ ഇത് വിട്ടിട്ട് അങ്ങോട്ട് ചാടി അപ്പുറമുള്ള ആളുടെ പിടിക്കണം. അപ്പൊ ഇപ്പുറമുള്ള ആള് നമ്മള് വിട്ട് സ്റ്റിക്ക് പിടിക്കണം. ആരുടെ കയ്യിൽ നിന്നാണ് സ്റ്റിക്ക് വീണ് പോകുന്നത് അവർ ഔട്ടാവും. അതാണ് സ്റ്റിക്ക് വീണ ആൾ ഔട്ടാവും. അതാണ് ഉണ്ടായിരുന്ന ടാസ്ക്. അപ്പോൾ ഇന്നലത്തെ ടാസ്കിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിരമിഡ് ബ്ലോക്സ് വെച്ചിട്ട് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് എന്തോ ഫസ്റ്റ് കഴിഞ്ഞ ആൾക്കല്ല കൊടുത്തത്. എന്നാലും ജഡ്ജസ് അതിലെന്തോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അതുകൊണ്ടായിരിക്കുമല്ലോ ആ ആൾക്ക് കൊടുത്തത്. ഓക്കെ, അപ്പൊ എനിവേസ് ഇങ്ങനെ ആയിരുന്നു. പിന്നെ എനിക്ക് എന്തോ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ മറ്റ് 3 ഭാഷകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ
റെനീഷ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. റെനീഷ ഹൈലി ടാലന്റ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ റെനീഷയുടെ ആ ടാലന്റ് ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റേജിൽ കാണുന്നില്ല. എന്താണെന്ന് അറിയില്ല. 4 ഭാഷയും കൂടെ കാണുമ്പോൾ ഉള്ള കമ്പാരിസന്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. റെനീഷ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യാനുണ്ട്. പക്ഷെ ഇന്നലത്തേക്കാളും ബെറ്റർ ആയിരുന്നു ഇന്നത്തത്. ജഡ്ജസിന്റെ കാര്യം അവര് ഇതായിട്ട് വരുമായിരിക്കും. പക്ഷെ ഇന്നലത്തേക്കാളും കുറച്ച് സ്ട്രോങ് ആയിരുന്നു കേട്ടോ. അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. കാരണം ചുമ്മാ എനിക്ക് തോന്നുന്നു ഈ അഗ്നിപരീക്ഷയിലേക്ക് വന്നിട്ടുള്ള ചിലരുടെയൊക്കെ ചിന്ത എന്ന് പറയുന്നത് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കടന്ന് വഴക്കുണ്ടാക്കലാണെന്ന്. അതായിരുന്നു കണ്ടത്. പക്ഷെ അവരോട് എടുത്ത ഡീലിങ്സ് നന്നായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബിഗ് ബോസ് 4 ഭാഷയിലെ അഗ്നിപരീക്ഷയുടെ 4 ഭാഷയിലെ ഒരു എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇനിയും മലയാളം ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് സീസൺ ആണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം തെലുങ്കില് കന്നഡയില് ഫസ്റ്റ് സീസൺ ആണ്, തമിഴില് ഫസ്റ്റ് സീസൺ ആണ്. പക്ഷെ സൂപ്പറാണ്. തമിഴിന്റെ സ്റ്റേജ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് സ്റ്റേജ് ആണ്. നല്ല സൂപ്പറായിട്ടുണ്ട് എല്ലാം. അതേപോലെ തെലുങ്കില് ഫസ്റ്റ് സീസൺ വന്നപ്പോൾ തന്നെ സൂപ്പറായിരുന്നു. അതിന്റെ പ്രസന്റേഷനും ഓഡീഷൻ മെത്തേഡും ഒക്കെ. അപ്പോൾ അതേപോലെ നമ്മൾ മലയാളത്തിൽ വരുന്ന സമയത്ത് നമ്മൾ അത് കണ്ടിരിക്കുന്ന നമ്മൾക്ക് ആ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അത് കിട്ടാത്തതിന്റെ ഒരു ചെറിയ ഇതാണ് എനിക്ക് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവര് വിചാരിക്കും അയ്യേ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഞാൻ ഇത് കണ്ട് ആ ഒരു എന്താ ആ ഒരു സെലക്ഷൻ പ്രോസസ് എനിക്ക് അതിന്റെ ഒരു ഫാനായി പോയി നമ്മൾ. അപ്പൊ അത് കണ്ടിട്ട് ഇവിടെ വന്നിട്ട് നഴ്സറി കുട്ടികളുടെ LP കാരുടെ ടാസ്ക് കാണുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടമുണ്ട്. അപ്പൊ ചിലപ്പോ നിങ്ങൾ ചോദിക്കും നിനക്ക് ചെയ്യാൻ പറ്റുമോ ഈ ടാസ്ക് എന്ന്. എടേ ഞാൻ ആ സ്റ്റേജിൽ പോയി നിന്നാൽ എനിക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അതല്ല ഇവിടുത്തെ കാര്യം. ബിഗ് ബോസിലേക്ക് ആളെ സെലക്ട് ചെയ്യുന്ന സമയത്തോ കൊടുക്കുന്ന ടാസ്കിന്റെ സ്റ്റാൻഡേർഡാണ് ഇവിടുത്തെ കാര്യം. ഇപ്പോ ഞാനൊരു ആങ്കറാണ്. അപ്പൊ ഞാൻ പല കോർപ്പറേറ്റ് ഗെയിം ഇതിൽ ഷോയിലും പോകുന്ന സമയത്ത് അവർക്ക് കുട്ടിക്കളി കളിക്കാനാണ് ഇഷ്ടം. ഞാൻ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഈ സ്ട്രോ വെച്ച് വലിക്കണതും ബോള് ഗ്ലാസ്സിലിടുന്നതും ഈ സാധനങ്ങളൊക്കെ നേരെ കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ട്. വെരി ഫണ്ണിയാണ്. ഈ ഫണ്ണി ടാസ്ക് ആണോ നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. ഓക്കെ, എനിവേസ് അടുത്ത ഇനി വരുമ്പോൾ മൈൻഡ് ഗെയിം ഉണ്ടാവുമായിരിക്കാം, മെന്റൽ എബിലിറ്റി ടെസ്റ്റുകൾ ഉണ്ടായിരിക്കാം. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇന്ന് രാത്രി ഈ 4 ലാംഗ്വേജും കണ്ടതിന് ശേഷം അതിന്റെ റിവ്യൂവുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. നാളെ കുറച്ച് വൈകും, കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനാൽ നാളെ കുറച്ച് വൈകും. അപ്പോൾ എന്തായാലും റിവ്യൂ ആയിട്ട് ഞാൻ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അയ്യോ സോറി, നന്ദി നമസ്കാരം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണം. അതേപോലെ ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഓക്കെ, ഇനി എല്ലാവർക്കും നന്ദി, നമസ്കാരം.